ഗുഡ് മോർണിംഗ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ നമ്മൾ ധ്യാനിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ യേശു തൻ്റെ ചുറ്റും വളരെ പുരുഷാരത്തെ കണ്ടാറേ അക്കരയ്ക്ക് പോകുവാൻ കൽപ്പിച്ചു. അന്നൊരു ശാസ്ത്രി അവൻ്റെ അടുക്കൽ വന്ന്, ഗുരു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞു. യേശു അവനോട്, കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്പാൻ ഇടമില്ല എന്ന് പറഞ്ഞു. യേശു നോ പറയുന്നൊരു വിഷയമാണ് നമ്മൾ കാണുന്നത്. അവിടെ എഴുതിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന്. അതൊരു ശാസ്ത്രിയാണ്. ശാസ്ത്രിയുടെ പ്രത്യേകത എന്താണ്? അല്ലെങ്കിൽ ഒരു ശാസ്ത്രിയെക്കുറിച്ച് ശാസ്ത്രിയല്ലാത്ത നമ്മളോട് പറയുന്നത് കൊണ്ട് നമുക്കുള്ള ഗുണം എന്താണ്? ശാസ്ത്രി ശാസ്ത്രം വെച്ചാണ് കാര്യങ്ങൾ നോക്കുന്നത്. അവൻ്റെ ബുദ്ധി കൊണ്ടാണ് അവൻ ദൈവത്തെ കണ്ടുപിടിക്കാൻ നോക്കുന്നത്. ഇപ്പോഴും ഇൻ്റർനെറ്റിലൊക്കെ സംവാദങ്ങൾ നടക്കുന്നു. ഒരു കൂട്ടർ ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നു, മറുപക്ഷം ദൈവമില്ല എന്ന് പറയുന്നു. ദൈവമില്ല എന്ന് വാദിച്ച് ജയിച്ചാൽ അവർക്ക് എന്താ കിട്ടുന്നത്? ഒന്നും കിട്ടുന്നില്ല. കാരണം അവരൊന്നും അറിയുന്നില്ല. പൗലോസ് പറയണ, ഒരുത്തിന് എന്തെങ്കിലും അറിയുന്നെന്ന് വിചാരിച്ചാൽ, തോന്നിയാൽ അവൻ അറിയേണ്ടവർ ഒന്നും അറിഞ്ഞിട്ടില്ല. ആത്മമണ്ഡലം തുറന്നു കിട്ടിയിട്ടില്ല, ദൂതനെ കണ്ടിട്ടില്ല, ദൈവം ആരാണെന്ന് അറിയുന്നില്ല, ദൈവസ്നേഹം അറിയുന്നില്ല. കഷ്ടമല്ലേ? സകല സമൃദ്ധിയുടെയും നടുവിൽ ഒരു ദരിദ്രനെ പോലെ കഴിയുന്ന മനുഷ്യരാണ്. നല്ല നദികളും തോടുകളും പുഴകളുമുള്ള ശുദ്ധജല തടാകങ്ങളുമുള്ള നല്ല നാട്ടിൽ വെള്ളം കുടിക്കാതെ അരിഷ്ടനായി കഴിയുന്ന മനുഷ്യർ. യേശു അവനോട് പറയാണ്, മോനെ, കുറുനരിക്ക് കുഴിയുണ്ടാക്കാനുള്ള, അതിന് പാർക്കാനുള്ള, താമസിക്കാനുള്ള, ഈ ഭൂമിയിൽ ജീവിച്ചു പോകാനുള്ള, കുഴിയുണ്ടാക്കാനുള്ള ബുദ്ധിയെങ്കിലും ഉണ്ടതിന്. ആകാശത്തിലെ പറവയ്ക്ക് ഈ ചുള്ളിക്കൊമ്പൊക്കെ എടുത്ത് മരത്തെ കൂടുകൂട്ടാൻ, ഈ ഭൂമിയിൽ സെറ്റാകാനുള്ള ഒരു ബുദ്ധിയുണ്ട്. എനിക്കതില്ല മോനെ. നീ ഇപ്പം എൻ്റെ കൂടെ വന്നാൽ എനിക്ക് ബുദ്ധിമുട്ടില്ല, പക്ഷെ നിനക്ക് ബുദ്ധിമുട്ടാകുമെന്ന് ഓർത്തിട്ടാണ് ഞാൻ നിന്നെ വിളിക്കാത്തത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സമുദ്രം കടക്കാൻ പോവുകയാണ്. ഞങ്ങൾ വഞ്ചിയിലാണ് പോകുന്നത്. കാറ്റടിക്കും, തിര ഉയരും. നീ ചിലപ്പോൾ പേടിച്ച് ചാടിക്കളയാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നീ എന്നെ ചീത്ത പറയാൻ സാധ്യതയുണ്ട്. ഞാൻ ബോട്ടിൽ കടന്ന് ഉറങ്ങുന്ന കണ്ടിട്ട് നീ ചിലപ്പോൾ എന്നോട് കോപിക്കാൻ സാധ്യതയുണ്ട്. ബെറ്റർ നീ എൻ്റെ കൂടെ വരണ്ട. അതല്ലെങ്കിൽ ഞാൻ അപ്പുറത്ത് ഗദരേനരുടെ ദേശത്തിലെയാണ്. ഭൂതഗ്രസ്തർ ഓടി വരുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് ചിലപ്പോൾ തട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. കാലേലിയ. ബുദ്ധി കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. വചനം പറയുന്നു, വിശ്വാസത്താൽ നിങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാം. വിശ്വാസം എന്നത് ആശിക്കുന്ന കാര്യങ്ങളുടെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. അതൊരു തലകൊണ്ട് നിശ്ചയിക്കുന്നതല്ല, തലകൊണ്ട് കിട്ടുന്ന ഉറപ്പല്ല, പരിശുദ്ധാത്മാവിനാൽ കിട്ടുന്ന ഉറപ്പാണ്, നിശ്ചയമാണ്. അതെങ്ങനെയാണ് വരുന്നത്? വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. അഭിഷിക്തന്മാരുടെ പ്രസംഗങ്ങൾ നിങ്ങൾ കേൾക്കണം, സഭായോഗങ്ങളിൽ പോകണം. ഒരു കൊച്ചു കുട്ടി തൻ്റെ അപ്പൻ്റെ മുമ്പിലിരിക്കുന്നത് പോലെ നിങ്ങളിരുന്നാൽ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയങ്ങളില്ലേ, നിങ്ങൾക്ക് ഇപ്പോഴുള്ള സംശയങ്ങളില്ലേ, അതിൽ തർക്കിക്കാതെ ദൈവത്തോട് വന്ന് ചോദിക്കുക. നിങ്ങളിപ്പോൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മനോഹരമായ ഉത്തരം അവൻ തരും. ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവ് കൃപ നൽകട്ടെ. വിശ്വാസത്തിൽ വർദ്ധിക്കുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ, മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകുവാൻ, എല്ലാ നിന്നയും മാറിപ്പോകുവാൻ സ്വർഗ്ഗം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.